മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ശകുന്തളയെ കണ്വ മഹർഷി ദുഷ്യന്തന്റെ അടുത്തേക്ക് അയച്ചപ്പോൾ കാളിദാസൻ ശാകുന്തളം എന്ന നാടകത്തില് ഭംഗിയായിട്ടൊരു വരി പറയുന്നുണ്ട്. തോഴിമാരുടെ അടുത്ത് കണ്വ മഹർഷി ഒരു സന്ദേശം കൊടുക്കാൻ, ശകുന്തളയെ ദുഷ്യന്തൻ സ്വീകരിക്കണം. അതിലൊരു വാക്ക് കാളിദാസൻ ഉപയോഗിക്കുന്നത് സാമാന്യ പ്രതിപത്തിയുക്തം എന്നുള്ളതാണ്. സാമാന്യ പ്രതിപത്തിയുക്തം എന്ന വാക്കിന്റെ സാമാന്യം എന്ന വാക്കിന്റെ അർത്ഥം സാമാന്യമായിട്ടുള്ള ജനറൽ കോമൺ ആയിട്ടുള്ള എന്നർത്ഥമാണ്. നമ്മൾ സാമാന്യ നീതി എന്ന് പറയാറില്ലേ? അപ്പൊ സാമാന്യ പ്രതിപത്തിയുക്തം ദുഷ്യന്ത മഹാരാജാവ് ഈ ശകുന്തളയെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ശകുന്തളയെ വിവാഹം കഴിച്ചത് അവർ മറന്നുപോയി. ആ ശകുന്തള തിരിച്ചു വരുമ്പോൾ അവളെ ഇൻസൾട്ട് ചെയ്യാതെ, വേദനിപ്പിക്കാതെ, സാമാന്യ മര്യാദയോടുകൂടി താൻ ഇഷ്ടപ്പെട്ട ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച ആ ശകുന്തളയെ സ്വീകരിക്കണം എന്ന് ദുഷ്യന്തനെ അറിയിക്കണമെന്ന് തോഴിമാരോട് കണ്വ മഹർഷി പറഞ്ഞു. അപ്പോ വേറൊരാൾ എന്തു പറഞ്ഞു? സാമാന്യ പ്രതിപത്തിയുക്തം എന്ന വാക്കിന്റെ അർത്ഥം സാമാന്യമായ പ്രതിപത്തിയോടുകൂടി എന്നല്ല, സാമാന്യ പ്രതിപത്തിയുക്തം എന്നാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്തു. സാമാന്യം എന്ന വാക്കിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സാമാന്യ പ്രതിപത്തിയുക്തം. അതിന്റെ അർത്ഥം എന്താ? സാന്ന് വെച്ചാൽ അവള്, മാന്യം എന്ന് പറഞ്ഞാല് ആദരണീയരായവളായിട്ട്, ബഹുമാനത്തോടുകൂടി, റെസ്പെക്റ്റോടുകൂടി, വളരെ മാന്യന്മാരെ നമ്മൾ പറയാറില്ലേ, മാന്യമായ രീതിയിൽ വേണം ശകുന്തളയെ സ്വീകരിക്കാൻ എന്നാണ് തോഴിമാരോട് കണ്വ മഹർഷി പറഞ്ഞത് എന്ന് രണ്ടാമത് വ്യാഖ്യാനം ചെയ്തവർ പറഞ്ഞു. ആദ്യം വ്യാഖ്യാനം ചെയ്തവർ പറഞ്ഞു സാമാന്യമായ സ്നേഹത്തോടുകൂടി സ്വീകരിക്കണം. അതിനവർ പറയാൻ വേറൊരു കാരണമുണ്ട്. ദുഷ്യന്ത മഹാരാജാവ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവാൻ സാധ്യതയുണ്ട്. അതില് ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാള് എന്നുള്ള രീതിയിലായാലും സാമാന്യമായ രീതിയിൽ ബഹുമാനത്തോടുകൂടി ഇൻസൾട്ട് ചെയ്യാതെ സ്വീകരിക്കണമെന്നാണ് കാളിദാസൻ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, കണ്വ മഹർഷിയെ പോലെ വേദമെഴുതിയ മനുഷ്യൻ ഒരിക്കലും സാമാന്യം എന്ന വാക്ക് സാമാന്യമായിട്ട് ഉപയോഗിക്കില്ല. സാമാന്യ പ്രതിപത്തിയുക്തം, മാന്യമായിട്ട് ഞാൻ വളർത്തിയ ശകുന്തളയെ നിങ്ങൾ സ്വീകരിക്കണമെന്നാണ് തോഴിമാരോട് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു വിഭാഗം പറഞ്ഞു അന്യപ്രതിപത്തിയുക്തം. അവൾ അരുത്, അന്യ വേറൊരുത്തിയാണ്, ഇവളെ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ത്രീയാണ് എന്ന രീതിയിൽ അവളോട് പെരുമാറരുത്, മറിച്ച് എനിക്ക് വേണ്ടപ്പെട്ടവളാണ്, ഞാൻ ഗാന്ധർവ വിധി പ്രകാരം വിവാഹം കഴിച്ച സ്ത്രീയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മറ്റൊരുത്തിയാണ്, വലിഞ്ഞു കയറിയവളാണ് എന്ന രീതിയിൽ അവളോട് പെരുമാറരുത് എന്നാണ് സാമാന്യം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് മൂന്നാമത്തെ വിശകലനം ചെയ്തവർ പറഞ്ഞു. ഇനിയും ഇതിന് വേണമെങ്കിൽ അർത്ഥങ്ങൾ വേറെ പറയാം. സാമാന്യം എന്നൊരു വാക്കിനെ മൂന്ന് രീതിയിൽ പറഞ്ഞു. ഒന്ന് സാമാന്യം, രണ്ട് സാമാന്യം, മൂന്ന് സാമാന്യം. ഇങ്ങനെ സംസ്കൃതത്തില് ഏത് രീതിയിലും, സംസ്കൃതത്തിൽ നിന്ന് മാത്രമല്ല മലയാളത്തിലും അങ്ങനെ തന്നെയാണ്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് വാക്കുകളെ വിഘടിപ്പിച്ച് അതിനെ വിഗ്രഹം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. അത് അവനവൻ ഇഷ്ടമുള്ള മാതിരി ചെയ്യുകയും ചെയ്യാം. അപ്പോ അങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ സംസ്കൃതത്തിൽ വ്യാഖ്യാനം കൊടുക്കുന്നവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനം കൊടുക്കാം. അത് ഒന്നാമത്തെ പോയിന്റ്. പ്രധാനമായിട്ടും ചിന്തിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഈ വേദമന്ത്രങ്ങളൊക്കെ പറയുമ്പോൾ വേദമന്ത്രങ്ങൾക്ക് ശേഷം ഓം ശാന്തി 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 3 ശാന്തി പറയാറുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം അറിയോ? ഒന്നാമത്തെ ശാന്തി ആധ്യാത്മിക ശാന്തി,
നമ്മളുടെ ശരീരവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ശാന്തിയാണ് ആധ്യാത്മിക ശാന്തി. രണ്ടാമത്തെ ശാന്തി നമുക്ക് ചുറ്റുപാടുമുള്ളവയിൽ നിലനിൽക്കേണ്ട അതിഭൗതിക ശാന്തി. അപ്പോ ഒരു വരിക്ക് ചിലപ്പോൾ നമ്മൾ അർത്ഥം കൊടുക്കുന്നത് ആധ്യാത്മിക ശാന്തിയുടെ അർത്ഥമായിരിക്കും. അതേ വരിക്ക് ചിലപ്പോൾ നമ്മൾ അർത്ഥം കൊടുക്കേണ്ട അതിഭൗതിക ശാന്തിയുടെ അർത്ഥമായിരിക്കും. മൂന്നാമത്തേത് അതിദേവതാ ശാന്തി. ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങളുടെ ശാന്തിയാണ്. അത് ആകാശം, മേഘം, സമുദ്രം, പർവ്വതങ്ങള്, കുന്നുകള്, വനങ്ങള്, അരുവികള്, അന്തരീക്ഷത്തിലെ വായുപ്രവാഹങ്ങള്, ഇതെല്ലാം അതിദേവതയാണ്. അതിദേവതാ ശാന്തി. അപ്പോൾ ഒരേ മന്ത്രം ആധ്യാത്മിക ശാന്തിയെ അനുസരിച്ച് അർത്ഥം കൊടുക്കാം. അതേ മന്ത്രത്തിന് അതിഭൗതികതയുടെ അടിസ്ഥാനത്തിൽ അർത്ഥം കൊടുക്കാം. മൂന്നാമത്തെ അതിദേവതാ രൂപത്തിൽ അർത്ഥം കൊടുക്കുകയും ചെയ്യാം. അപ്പൊ 3 തരത്തിലുള്ള അർത്ഥം ഒരേ വരിക്കുണ്ട്. ആദ്യത്തേത് വാക്കുകളിലെ അക്ഷരങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന അർത്ഥം. രണ്ടാമത്തേത് ആധ്യാത്മിക അതിഭൗതികതയുടെ അർത്ഥം. പിന്നെ മൂന്നാമത്തെ ഒരു അർത്ഥമുണ്ട്. ഒരേ വാക്കിന് തന്നെ വിവിധ അർത്ഥങ്ങളുണ്ട്. ഒരേ നാനാർത്ഥം എന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു വാക്കിന് പലതരത്തിലുള്ള അർത്ഥം ഉണ്ടാവുക. ഒരു വാക്കിന് പലതരത്തിലുള്ള അർത്ഥം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പല അർത്ഥത്തിൽ അവിടെ വരുന്നു എന്നുള്ളത്. ശരിക്കും പണ്ടത്തെ മഹാകവികള് ഓരോ കാര്യത്തിലും പല 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 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു വാക്ക് ഇവിടെ വരുന്ന അർത്ഥം വേറെ, അതേ വാക്കിന് വേറൊരു സ്ഥലത്ത് വരുന്ന അർത്ഥം വേറെ, അതേ വാക്കിന് മൂന്നാമത്തെ ഒരു സ്ഥലത്ത് വരുന്ന അർത്ഥം വേറെ. പൂജ്യ സ്വാമിജി എന്ന് പറഞ്ഞു വിചാരിക്കുക. പൂജ്യം എന്നുള്ളതിന് എന്താ അർത്ഥം? പൂജ്യം എന്നുള്ളതിന് ഒരർത്ഥം സീറോ. പൂജ്യം എന്ന് പറഞ്ഞാൽ സീറോ. വേറൊരർത്ഥം എന്താ? പൂജ്യ സ്വാമിജി എന്ന് വെച്ചാൽ ആദരണീയൻ. ആദരണീയനായിട്ടുള്ള സ്വാമിജി, സീറോ ആയിട്ടുള്ള സ്വാമിജി എന്നല്ല. പൂജ്യം സീറോ എന്നർത്ഥമുണ്ട്. പൂജ്യം ആദരണീയ എന്നർത്ഥമുണ്ട്. അടുത്തത് പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജിക്കേണ്ടവൻ എന്നർത്ഥമുണ്ട്. പൂജയുമായിട്ട് ബന്ധപ്പെട്ട അർത്ഥമുണ്ട്. പൂജ്യം പൂജിക്കപ്പെടേണ്ടവൻ. ആദരണീയനേക്കാളും വലിയവനാണ് പൂജിക്കപ്പെടേണ്ടവൻ. അപ്പൊ ശരിക്ക് ഒരേ വാക്കിന് എത്രയോ അർത്ഥമുണ്ട്. നാനാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് മുഴുവനും അത് തന്നെയാണ്. നാനാർത്ഥം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് മുഴുവനും അതാണ്. ഇപ്പൊ സൂര്യൻ എന്ന വാക്കിന് തന്നെ എത്രയാ അർത്ഥമുള്ളത്? പര്യായ പദങ്ങളൊന്ന്, അർത്ഥം വേറൊന്ന്, വിവിധ അർത്ഥങ്ങൾ ഓരോ കാര്യത്തിനുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു വരി എവിടെയെങ്കിലും വായിച്ചിട്ട് ആ വരിയിൽ ഒരാൾക്ക് തോന്നിയ അർത്ഥമായിരിക്കും അയാൾ എഴുതി വയ്ക്കുക. ആ വരിയിൽ ആ അർത്ഥമല്ല വേറൊരർത്ഥമാണ് വേണ്ടത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും വേറൊരാൾ വ്യാഖ്യാനം എഴുതുക. അതിൽ ആരെങ്കിലും എഴുതിയ വ്യാഖ്യാനം എടുത്ത് അതാണ് അവസാനത്തെ വിവരണം എന്ന് ധരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാദിക്കാനും ജയിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ച് അതിൻ്റെ പുറത്ത് നമ്മൾ ചർച്ചകളൊക്കെ നടത്തുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ: നിലനിൽക്കേണ്ട അർത്ഥം നിലനിൽക്കും, നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തത് കാലം തന്നെ അടിച്ചു തെറിപ്പിക്കും. അതിൽ ആരെങ്കിലും വികാരം കൊള്ളുകയോ തുള്ളുകയോ ചാടുകയോ ചെയ്തിട്ട് പ്രയോജനമില്ല. അപ്പൊ നമ്മൾ മറ്റ് പല മതങ്ങളിലും അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ നാനാർത്ഥങ്ങൾ പൊതുവെ ഇല്ല. ഇംഗ്ലീഷിലെ നാനാർത്ഥങ്ങൾ വളരെ കുറവാണ്. പക്ഷേ സംസ്കൃതത്തിൽ അങ്ങനെയല്ല. പുനർനവ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് കഴിച്ചിട്ട് ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് പുനർനവ, പുനർജീവൻ ഉണ്ടാവുക. പക്ഷെ പുനർനവ എന്നാൽ ശരിക്കർത്ഥം തഴുതാമ എന്നാണ്. പുനർനവ, തഴുതാമ. എത്രയോ ആശുപത്രികൾക്ക് പുനർനവ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. തഴുതാമ ആശുപത്രി എന്ന പേരതിൻ്റെ ആയുർവേദത്തില്. അപ്പൊ ശരിക്ക് 3 തരത്തിലുള്ള അർത്ഥം വൈദിക മന്ത്രങ്ങൾക്കുണ്ട്: ആധ്യാത്മികം, അതിഭൗതികം, അതിദേവത. സംസ്കൃതത്തില് സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോ പിന്നെയും അർത്ഥം മാറും ധാരാളം രീതിയിൽ. ശരിക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. 3 നാനാർത്ഥങ്ങളിലുള്ള അർത്ഥം വരുന്നുണ്ട്. നമ്മൾ പൈതൃകം പഠിക്കുമ്പോൾ പകുതി പഠിച്ച്
പകുതി പഠിച്ച് അത് വെച്ചിട്ട് വികാരം കൊണ്ട് ചില സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ഓർമ്മിക്കുക, മഹാസാഗരത്തില് ഒരു ഡ്രോപ്പ് വെള്ളം കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും വികാര തീവ്രമായ രീതിയിൽ കിടന്ന് ഒച്ചയെടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു പറഞ്ഞ് പ്രതികരിക്കേണ്ടേ എന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. പലപ്പോഴും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് തോന്നിയ അർത്ഥം നിങ്ങൾ എടുക്കുക. നിങ്ങൾ അർത്ഥം എടുത്താലും എടുത്തില്ലെങ്കിലും ഈ ലോകത്തിൽ ആരും ബോധർ ചെയ്യാൻ പോണില്ല. പഴയ കാലത്ത് എഴുതിയത് രീതിയിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പഴയ കാലത്ത് എഴുതിയവര് അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണത്തിലൂടെ എഴുതി. അത് ശരിയോ തെറ്റോ എന്ന് പറയാൻ നിങ്ങളാരാ? ഭരണഘടന എഴുതിയ BR അംബേദ്കർ എഴുതിയത് ശരിയോ തെറ്റോ എന്ന് വേണമെങ്കിൽ പാർലമെന്റിലോ അസംബ്ലിയിലോ റോട്ടില് സ്റ്റേജ് കെട്ടിയിട്ടോ ചർച്ച ചെയ്തോളാം. വാൽമീകി രാമായണത്തിൽ എഴുതിയത് ശരിയോ തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ഇതാണ്: ശരിയാണെങ്കിൽ എടുക്കുക, ശരിയല്ലെങ്കിൽ എടുക്കണ്ട. നമ്മൾ ഉത്തര രാമായണത്തിലെ വരികൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ശരി, അത്ഭുതം തോന്നുകയാണെങ്കിൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. അത് വായിക്കുമ്പോഴത്തേക്കും സംശയം തോന്നുന്നു. സംശയം വെച്ചുകൊണ്ടിരുന്നോളാം. ആ സംശയം നിങ്ങളുടെ തീർപ്പിക്കാൻ എഴുതിയ കാലത്തേക്ക് പോയിട്ട് എഴുതിയ ആളോട് ചോദിക്കണം അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്. ഇപ്പൊ ഇരിക്കുന്ന പലരോടും ചോദിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ ഇരിക്കുന്ന പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് പറയുന്നത്, എഴുതിയ ആളുടെ വീക്ഷണമല്ല. അദ്ദേഹത്തിന്റെ വീക്ഷണം ശരിയാവണമെന്നുണ്ടോ? അദ്ദേഹത്തിനോട് വീക്ഷണം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വീക്ഷണം പറഞ്ഞു. ഇനി അയാൾ പറയുന്നത് ശരിയാണോ എന്ന് സംശയിച്ച് വേറൊരാളോട് ചോദിക്കാൻ പോയാൽ അയാൾ അയാളുടെ വീക്ഷണം പറയും. മാത്രമല്ല, നമ്മളുടെ എന്നല്ല, ലോകത്തിലെ ഏത് മതഗ്രന്ഥങ്ങൾക്കും ഏത് ഗ്രന്ഥങ്ങൾക്കും ഏത് തരത്തിലുള്ള വ്യാഖ്യാനമോ ദുർവ്യാഖ്യാനമോ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട്. വളരെയധികം കുഴപ്പം നിറഞ്ഞ ദുർവ്യാഖ്യാനാണെങ്കിൽ എഴുതിയ ആൾക്ക് കോടതിയിൽ പോവാന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തല്ലാനും കൊല്ലാനും ഒന്നും പറ്റില്ല. ഓരോരുത്തർക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാനും പരിധിക്കുള്ളിലിരുന്നുകൊണ്ട് സ്വാതന്ത്ര്യമുണ്ട്. അതിനെ പരിധിക്കുള്ളിലിരുന്നുകൊണ്ട് വ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനേക്കാളും പരിധിക്കുള്ളിലിരുന്നുകൊണ്ട് ദുർവ്യാഖ്യാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്കത് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കുക, ശരിയല്ലെന്ന് തോന്നുകയാണെങ്കിൽ കളയുക. ഇത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. ഒരു പുസ്തകമുള്ളവരുടെ അവസ്ഥ ഇതിനേക്കാളും കഷ്ടമാണ്. അപ്പോൾ ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ളവർക്ക് പലതരത്തിലുള്ള ഋഷിവര്യന്മാരുടെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലഘട്ടത്തിൽ എഴുതിയത് പല പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ എഴുതിയിട്ടുണ്ടാവും. രാജസ്ഥാനിൽ ഇരുന്നുകൊണ്ട് എഴുതിയ പുസ്തകം അവിടുത്തെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ തകഴി ശിവശങ്കരപ്പിള്ള ചെമ്മീൻ എന്ന് പറഞ്ഞ് എഴുതിയത് അതൊരു പക്ഷേ ഡൽഹിയിലിരിക്കുന്നവന് മനസ്സിലാവാനേ സാധിക്കില്ല. ഡൽഹിയിലിരിക്കുന്നവർക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല. സമുദ്രം കാണാത്ത ആള് സമുദ്രത്തിന്റെ അരികിൽ വന്ന് നിൽക്കുമ്പോൾ എന്തായിരിക്കും അയാൾക്ക് തോന്നുക? അതുപോലെയാണ് ചില ഗ്രന്ഥങ്ങളുടെ വരികൾ, ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അഥവാ ദുർവ്യാഖ്യാനങ്ങൾ എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. ഇപ്പോ ഒരാള് എന്നോട് വിളിച്ചു ചോദിച്ചു, ഭാഗവതത്തിലെ 11ാമത്തെ സ്കന്ധം ഞാൻ പഠിക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ മഹർഷിമാരെ ചീത്ത പറഞ്ഞു എന്നുള്ള വരി ഞാൻ വിവരിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും സംശയം, മഹർഷിമാരെ ചീത്ത പറഞ്ഞത് ശരിയാണോ ഇല്ലയോ എന്ന്. അവിടെ മഹർഷിമാരെ ചീത്ത പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ചീത്ത പറഞ്ഞു എന്നല്ലല്ലോ പറഞ്ഞത്. നമ്മൾ ചീത്ത പറഞ്ഞു എന്നാണോ? നമ്മൾ ചീത്ത പറഞ്ഞതാണെങ്കിൽ ശരിയല്ല. അവിടെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞത് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു. ശരിയാണോ തെറ്റാണോ എന്ന് ചീത്ത പറഞ്ഞവരോട് എന്ന് ചോദിക്കുക. എന്നോടല്ല ചോദിക്കേണ്ടത്. മഹർഷിമാരെ ചീത്ത പറഞ്ഞാൽ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചീത്ത പറഞ്ഞോളുക. ചീത്ത പറഞ്ഞാൽ ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ചീത്ത പറയാതിരിക്കുക. ചീത്ത പറഞ്ഞവർ ചെയ്തത് ശരിയാണ്, ഞാൻ അവരുടെ പക്ഷത്താണെങ്കിൽ അവരുടെ പക്ഷത്ത് നിന്നോളാം. ചീത്ത പറഞ്ഞവര് ശരിയല്ല ചെയ്തതെങ്കിൽ അവരുടെ എതിർപക്ഷത്ത് നിൽക്കാം. എന്നിട്ട് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകത്തിനെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായം പറയാൻ ഇതെന്താ ഇലക്ഷനോ മറ്റോ ആണോ? ഇവിടെ യോഗി സത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയത് ശരിയല്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ വാദിക്കാം. അതിലർത്ഥമുണ്ട്, ഇന്നത്തെ കാലത്ത് നടക്കുന്നതാണ്. ഇനി ഒരു 25 കൊല്ലം കഴിഞ്ഞിട്ട് യോഗി സത്യനാഥിനെ അല്ലെങ്കിൽ സൂര്യനാഥോ ഏത് നാഥിനെയെങ്കിലും മുഖ്യമന്ത്രിയാക്കിയത് ശരിയായോ എന്ന് ചോദിച്ചാൽ അന്നത് ചെയ്തത് ശരിയാണെങ്കിൽ അന്നുള്ളവരോട് ചോദിക്കാം, ശരിയല്ലെങ്കിലും അന്നുള്ളവരോട് ചോദിക്കാം. അങ്ങനെ ഒരു വസ്തുതയും കൂടി ഇതിനകത്തില്ലേ? അങ്ങനെ കൂടി നമ്മളൊന്ന് ചിന്തിക്കണ്ടേ? ഓരോ ഗ്രന്ഥത്തിൽ എഴുതിയതിന് വിവിധ വ്യാഖ്യാനങ്ങൾ കൊടുക്കാനും ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കാനും സർവതന്ത്ര സ്വതന്ത്രമായ ഒരു ഹിന്ദു സമൂഹമാണ്. ഇവിടെ സഹിഷ്ണുതയുടെ പരമകാഷ്ഠയാണ്. അത് കുറച്ച് കൂടിപ്പോയോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ആ സഹിഷ്ണുതയാണ് എല്ലാവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും തമസ്കരിക്കാനും അതേപോലെ നന്മ നിറഞ്ഞ രീതിയിൽ
അതിനെ വ്യാഖ്യാനിക്കാനും ഉപയോഗിക്കാനും സാധിക്കുന്നത്. അത് ഇപ്പോ സ്വാതന്ത്ര്യം കയറിയിട്ട് മുമ്പിൽ വിവരിച്ചു തരുന്നവന്റെ മെക്കെട്ട് കയറുന്ന രീതിയിൽ മുമ്പിൽ വിവരിച്ചു തരുന്നവനോടാണ് ഇതിന്റെ ചോദ്യം മുഴുവൻ. അയാളുടെ തലയിലെഴുത്താണ് ഇവരുടെ ചോദ്യത്തിനും സംശയത്തിനും ഒക്കെ ഉത്തരം കൊടുത്ത് തീർക്കേണ്ടത്. അദ്ദേഹമാണ് ഇത് എഴുതിയത് എന്ന രീതിയിൽ വേണ്ടി വരുന്നു ഇപ്പോ ഏതെങ്കിലുമൊക്കെ വിവരിക്കാൻ. ഏതായാലും രണ്ട് കാര്യവും ഞാൻ ഇന്ന് പറഞ്ഞത് ഏതാണ്ട് ഒരേ രീതിയിലുള്ളത് തന്നെയാണ്. പറയാതെ നിവൃത്തിയില്ലാത്ത രീതിയിൽ ടെലിഫോൺ കോളുകൾ വരുന്നത് കൊണ്ടാണ് ഞാൻ അതിന് ഇങ്ങനെ രണ്ട് ഇതിലൂടെ മറുപടി പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.